ഗൈസ്, എഫ് സി ഗോവയുടെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ സൈനിങ് വരുന്നു. മുഹമ്മദ് ഹമ്മാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്ക് ആണ്. ഇദ്ദേഹത്തെ പറ്റി നമ്മൾ മുമ്പ് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാഷണൽ കോളപ്പ് കിട്ടിയപ്പം കഴിഞ്ഞ വട്ടം റിയൽ കാശ്മീരിൽ കളിച്ചിട്ട് ഐ ലീഗിലെ ബെസ്റ്റ് ഡിഫൻഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൊരു താരമായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തിന് നാഷണൽ കോളപ്പും കിട്ടുന്നത്. പക്ഷേ മത്സരം കളിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അവസാനം എത്തിയപ്പോൾ ഐ തിങ്ക് എന്തോ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിരുന്നു. എന്താണെങ്കിലും കാശ്മീരിയാണ്, നല്ല വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കാണ്. 26 വയസ്സുള്ള ഒരു താരമാണ് അദ്ദേഹം. ലോൺസ്റ്റോ കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറൊക്കെ തുടങ്ങുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു 2021 തന്നെ കാശ്മീരിലെത്തി. കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ സീസണാണ് അദ്ദേഹത്തിനൊരു പ്രോമിനൻറ്റ് സീസണായിട്ട് മാറുന്നതും. എന്താണെങ്കിലും ഈ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം ISLലേക്ക് എത്തുന്നത് എഫ് സി ഗോവയിലൂടെ എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ സെൻറ്റർ ബാക്ക് നിരയിൽ സന്ദേശ് ജിങ്കൻ ഉണ്ട്. അപ്പം ജിങ്കൻ കഴിഞ്ഞ വർഷം ഇഞ്ചറിയൊക്കെ പറ്റി അതവർക്കൊരു പ്രശ്നമായി മാറി. പിന്നെ എനിക്ക് തോന്നുന്നു ജനുവരിയിലാണ് തോന്നുന്നു നിംദോർജി തമാങ്ങിനെയൊക്കെ സൈൻ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് സെൻറ്റർ ബാക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു ജിങ്കൻ പോയത്. അപ്പം ഹമ്മാദിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ജിങ്കന് തന്നെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്നൊരു താരം തന്നെയാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ വർഷം ഐ ലീഗിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ എടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ജിങ്കൻ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ഏത് തരത്തിലായിരിക്കും ഉണ്ടാകുക എന്നൊക്കെയുള്ള നോക്കി കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് സൈനിങ് അവിടെ അവർ നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയണം. ഇനി അവരുടെ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ആകാശ് സംഗ്വാനെ സൈൻ ചെയ്ത കാര്യം നമ്മൾ സംസാരിച്ചാണ്. അതിനോടൊപ്പം ഇപ്പം ജയ്ഗുപ്തയ്ക്ക് ഒരു 2028 വരെ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നാഷണൽ ടീമിലെ ഒരു ലെഫ്റ്റ് ബാക്ക് എന്ന നിലയിൽ വരെ അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുപോലെ മുഹമ്മദ് നെമിൽ എന്ന് പറഞ്ഞിട്ടുള്ള താരം, അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ബ്രാൻഡൻ ഇപ്പോൾ മുംബൈയിലേക്ക് പോയി. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ചാൻസസിനുള്ള ഒരു സാധ്യത, അദ്ദേഹത്തെ എങ്ങനെ കോച്ച് യൂസ് ചെയ്യുമെന്നൊക്കെ ഉള്ളത് ഉറപ്പായിട്ട് നോക്കുകയാണ്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്, നമുക്കറിയാമല്ലോ. ആ രീതിയിൽ വന്നതാണ്. പിന്നെ ഇഞ്ചുറി പറ്റി ഗെയിം ടൈം കിട്ടാതെയൊക്കെ വന്നാണെന്ന് ഡൗൺ ആയി പോയിരുന്നത്. അതുപോലെ സെർട്ടൻ ഫെർണാണ്ടസിനും ഒരു മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഒരു 32 ആകാൻ പോകുന്ന പ്ലെയറാണ്. സോ ചിലപ്പോൾ 2 വർഷം ഒക്കെ ആയിരിക്കും മാക്സിമം ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള സാധ്യതകൾ. അത് ഐ തിങ്ക് ഒഫീഷ്യലി ഇതുവരെ വന്നിട്ടില്ല. സോ അതുപോലെ തന്നെ നമുക്ക് മുഹമ്മദൻ്റെ ഒരു താരം, അല്ലെങ്കിൽ മുഹമ്മദൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നു. പുതുതായിട്ട് ISLോട്ട് വരുന്ന ക്ലബ്ബാണ് മുഹമ്മദൻ. മാക്കൻ ചോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദരാബാദ് FC വിങ്ങറായിട്ടുള്ള താരമാണ്. ആ ഒരു നല്ല ടാലൻറ്റഡ് പ്ലെയർ തന്നെയാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ 16 മാച്ചസും കളിച്ചു. ഒരു ഗോൾ കോൺട്രിബ്യൂഷനും മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹൈദരാബാദിൻ്റെ സ്ഥിതി അറിയാമല്ലോ. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മിനർവയുടെ ഒരു അക്കാഡമി പ്രൊഡക്റ്റൊക്കെയാണ്. ഇടക്കാലത്ത് FC ഗോവയിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഹൈദരാബാദിലേക്ക് പോകുന്നത്. പുതുതായിട്ട് വന്നിട്ടുള്ള മുഹമ്മദിലേക്ക് വരുമ്പോൾ ഒരു നല്ല അഡീഷനാണ്. ഗെയിം ടൈം ഓപ്പർച്യൂണിറ്റിക്കൊക്കെയുള്ള സാധ്യതയുള്ള ക്ലബ്ബ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചില സൈനിങ്സും എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കും. ഞാനൊന്ന് സൈനിങ് ഓഫ്.